മാർഗഴിയെ മല്ലികയെ മന്ദാരപ്പൂ കുരുവിയെ ഇവിടെ ഒരു കൺഫ്യൂഷൻ നടക്കണമെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളെല്ലാവരും കാണുന്നവരാണ്, ഇവരെല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്നവരാണ്, നമ്മൾ ഇവരുടെ ഇന്റർവ്യൂസിലൂടെയും ഷോസിലൂടെയും ഒക്കെ കാണുന്നവരാണ്. അതുകൊണ്ട് ഒരു കൺഫ്യൂഷന്റെ ആവശ്യം തോന്നുന്നില്ല. ഓക്കെ, സോ നമ്മുടെ ചത്ത പച്ച റിലീസ് ആവാണ് ജാനുവരി 22. അപ്പൊ അതിനു മുന്നേ നമ്മുടെ 2 സ്റ്റുഡൻസിന് ചത്ത പച്ചയുടെ ടീഷർട്ട് നൽകുവാൻ വേണ്ടി ഞാൻ 2 സ്റ്റുഡൻസിനെ രാജകീയയിൽ നിന്ന് സ്വാഗതം ചെയ്യുന്നു. ടീഷർട്ട് കൊടുക്കാൻ വേണ്ടി ഡയറക്ടറായ അദ്വൈതിനെ സ്വാഗതം ചെയ്യുന്നു. ഷൗക്കത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഒരു വട്ടാഞ്ചേരിക്കാരനായി വന്ന് മലയാളികളുടെ മനസ്സിൽ കയറി ഇന്ന് വേറൊരു വട്ടാഞ്ചേരിക്കാരനായി നമ്മുടെ മുൻപിൽ എത്തുന്നു. പറവിൽ നിന്ന് ചത്ത പച്ചയിലേക്ക് അർജുന അശോകൻ. അടുത്തിടെ ജ്യോതിഷായി വന്ന് നമ്മുടെ എല്ലാവരുടെയും കണ്ണും മനസ്സും എല്ലാം നിറപ്പിച്ച വ്യക്തിയാണ് അർജുൻ ചേട്ടനെ. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി. ഹലോ, സുഖമല്ല എല്ലാവർക്കും? ഹലോ ഹലോ എല്ലാവർക്കും വലിയ ഹലോ. ഞങ്ങളുടെ ഒരു വലിയ ഒരു ചെറിയ പടം, ഫുൾ ഇടി മാത്രമുള്ള ഒരു പരിപാടി ഇറങ്ങാൻ പോവുകയാണ് ഈ ജാനുവരി 22. കുറെ സ്വപ്നങ്ങളായിട്ട് കുറെ പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. കുറച്ചധികം പണിയെടുത്തൊരു പടമാണ്. മട്ടാഞ്ചേരി എന്ന് പറയുമ്പോ ഏകദേശം ഇപ്പൊ ചോരകളുള്ള പോലെ തന്നെയാണ്. അപ്പൊ അവിടെ വെച്ചൊരു പടം ചെയ്യാന്ന് പറഞ്ഞാലും അതില് WWE കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ഒരു സ്വപ്നമായിട്ട് കണ്ടിട്ട് ഇപ്പൊ അത് പടമായി തിയേറ്ററിലേക്ക് എത്തുന്നു. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ രാജഗിരിയായിട്ട് എനിക്ക് ചെറിയ കണക്ഷൻ ഉണ്ട്. എന്നെ BCom പുറത്താക്കിയതാ. ചെറുതായിട്ട് പ്രിൻസിപ്പളായിട്ട് ചെറിയ ഇടക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ബീൻസ് ആൻഡ് ബെറീസ് എന്ന കട ഉണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിന്. അപ്പൊ ഞാൻ അവിടെ പണിക്കൊക്കെ വന്ന് നിൽക്കാറുണ്ട്, ചുമ്മാ ഹെൽപ്പൊക്കെ ചെയ്യാൻ അറിയാനാണ്. അപ്പൊ അങ്ങനെ ചെറിയ കണക്ഷൻ ഉണ്ട്. പിന്നെ എന്റെ എല്ലാ ഫ്രണ്ട്സും രാജഗിരിയിലാണ് പഠിച്ചത്. അവരൊക്കെ ഇപ്പൊ ദുബായിൽ വലിയ നിലയിലാണ്. അപ്പൊ ഭയങ്കര ഹാപ്പി. തിരിച്ചു വരാനും ഇവിടെ നിങ്ങളെ കാണാനും. നിങ്ങളുടെ ബിസിനസ് സ്കൂളിൽ പഠിച്ചൊരു കസിൻ ഉണ്ട്, മോണിക്ക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറെ ബന്ധമുണ്ട് എനിക്ക് രാജഗിരി. വളരെ സന്തോഷം രാജഗിരിയിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയത്, എല്ലാവരെയും കാണാൻ പറ്റിയത്. താങ്ക് യു. അത് രാജഗിരിക്ക് വലിയൊരു കംബാക്ക് ആയി പോയി അർജുൻ ചേട്ടാ. വലിയൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. ഇനി ഞാൻ വിളിക്കാൻ പോകുന്ന വ്യക്തിയെ ഞാൻ ആദ്യമായി കാണുന്നത് മലയാള മനോരമ ഹോട്ട് ന്യൂസിന്റെ വേദിയിൽ വെച്ചിട്ടാണ്. ഞാൻ അവിടെ റോഷനെ പറ്റിയാണ്. ഓക്കെ, ഞാൻ അവിടെ സ്റ്റേജ് കോർഡിനേറ്റർ ആയിരുന്നു. അപ്പൊ ഞങ്ങളെ ഇവന്റ്സിൽ വെന്യൂസിൽ വരുന്നതിന് മുന്നേ ഇങ്ങനെ ഗസ്റ്റ് റിലേഷൻസിലായതുകൊണ്ട് തന്നെ ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി പോകാൻ പറയും. അപ്പൊ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. റോഷൻ മാത്യുവിനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാണ്. ഞാനാണ് പോയി സ്വീകരിക്കാൻ പോകുന്നത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്നെ കണ്ട ഉടനെ തന്നെ ഓടി വന്നിട്ട് ചോദിച്ചു, ചൂയിങ്കോ ഉണ്ടോ? ഞാൻ ചൂയിങ്കോ എന്തെങ്കിലും ഇല്ല ചേട്ടാ. എനിക്കത് വളരെ സങ്കടമായി പോവുകയും ചെയ്തു. എന്നോട് ആദ്യമായിട്ട് റോഷൻ മാത്യു ചൂയിങ്കോ ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ആ ഒരു സങ്കടത്തിലാണ് ഞാൻ നിന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, പരിപാടി തുടങ്ങാനായി കേട്ടോ, പരിപാടി തുടങ്ങാനായി 5 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ചൂയിങ്കോ ഇല്ല, ഞാൻ എങ്ങനെയെങ്കിലും വേണമെങ്കിൽ പരിപാടിക്ക് മുന്നേ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പുറത്തു പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നോളാം. ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിപ്പോ എന്താ ചെയ്യുന്നത്. സ്റ്റേജ് കോർഡിനേറ്റർ ഓക്കെ, എന്റെ നടക്കാണ്ട് പോയ ആഗ്രഹം ഞാൻ നടത്തുകയാണ്. ചേട്ടാ ചൂയിങ്കോ. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു നടത്തലായിരുന്നു. ഓക്കെ, ഞാൻ പറയാൻ വന്നത് അതല്ല. ഞാനിപ്പം എന്റെ സ്റ്റേജ് കോർഡിനേറ്റർ വിളിച്ച് പറഞ്ഞു, റോഷൻ ചേട്ടൻ ഇങ്ങനെ ചൂയിങ്കം വാങ്ങാൻ വേണ്ടി പുറത്തു പോയിട്ടുണ്ട്. എന്നെ ചേട്ടൻ നല്ല ചീത്ത വിളിച്ചു, നിന്നോട് ആരാ ചേട്ടൻ പുറത്തു വിടാൻ പറഞ്ഞേ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ എന്നിട്ട് പുറത്തു പോയി നോക്കുന്നുണ്ട്. ഞാൻ സ്റ്റേജ് കോർഡിനേറ്റർ എന്നുള്ള രീതിക്ക് ഞാൻ മറ്റേ യൂണിഫോം ഒക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വഴി കൂടെ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ റോഷൻ ബാക്കി ഒരു വൈറ്റ് ബാഗൊക്കെ പിടിച്ച് ചുമ്മാ ഇങ്ങനെ
ബീച്ച്, കോഴിക്കോട് ബീച്ചൊക്കെ കണ്ട് ചുമ്മാ ഇങ്ങനെ പറന്ന് നടന്ന് സ്റ്റേജിലൊക്കെ എത്തി പയ്യെ ടോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് ഭയങ്കര അത്ഭുതം തോന്നി. എന്റെ ആദ്യത്തെ ഇന്ററാക്ഷൻ ചേട്ടനായിട്ട് അങ്ങനെയായിരുന്നു. തീർച്ചയായിട്ടും അഭിനയ മികവ് കൊണ്ടും തന്റേതായ ഒരു വ്യക്തിത്വം കൊണ്ടും ആർട്ടിനോടുള്ള അത്രയധികമുള്ള സ്നേഹം കൊണ്ടും മലയാളികൾക്ക് 10 വർഷമായി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ് റോഷൻ ചേട്ടൻ. മലയാളത്തിൽ മാത്രമല്ല അങ്ങ് ബോളിവുഡിൽ വരെ നമ്മുടെ കൈ പതിപ്പിച്ച വ്യക്തി കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്റെ ജോലിയെ കാണിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ചൂവിങ്ങും തന്നതിനും ഈ പരിപാടികൾക്കൊക്കെ നമ്മൾ സാധാരണ വരുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും. ഭയങ്കര ജനറിക് ആയിട്ട് വിക്കിപീഡിയയിലെ ആദ്യത്തെ 2 ലൈൻ വായിക്കരുത്, നമ്മളെ പറ്റിയിട്ട് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമൊക്കെ പറയണം. ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്വാഗതം കിട്ടുന്ന ആഗ്രഹം. So thank you very much. This is very special for me. ഞാൻ ആദ്യമായിട്ടല്ല രാജഗിരി ക്യാമ്പസിലേക്ക് വരുന്നത്, പക്ഷെ ആദ്യമായിട്ടാണ് ഈ ഫെസ്റ്റിൽ വരുന്നത്. അപ്പൊ രാജഗിരിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച എനർജിയുടെ ഒരു 10x ഇവിടെ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് പ്രിറ്റി കൂൾ. അടിപൊളി. ഞാനും ഈ അറ്റത്തേക്കുന്ന ശ്യാം ഓൾസോ പാർട്ട് ഓഫ് ചത്താപ്പച്ച. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചതാണ്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതുപോലത്തെ കോളേജ് ഫെസ്റ്റ് വേദികളിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ അഭിനയം പരിപാടിയൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്തു തുടങ്ങിയത്. ഐ മീൻ ടു ദ ലെവൽ ഓഫ് സീരിയസ്നെസ് ദാറ്റ് ഒരു കോളേജ് ഫെസ്റ്റിലൊക്കെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നത്രേ. അപ്പൊ പല രീതിയിലും തുടക്കം ഇതുപോലെ കോളേജ് സ്റ്റേജുകളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓടി ഒരു 10-15 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു സിനിമയൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ കൂടെ വേറൊരു കോളേജ് സ്റ്റേജിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ചത്താപ്പച്ച എന്നുള്ള സിനിമയെ പറ്റിയിട്ട് അർജുൻ പറഞ്ഞു. പിന്നെ അതിനപ്പുറം നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ടീസർ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ട്രെയിലർ? ഓക്കെ, അത് മതി. മൊത്തത്തിൽ ഒരു എനർജി ഫീൽ ചെയ്തു ഇവിടെ ട്രെയിലർ പ്ലേ ചെയ്തപ്പോ. അതിനപ്പുറത്തേക്ക് പടത്തിനെ പറ്റിയിട്ട് ഞാനൊന്നും തള്ളുന്നില്ല. നിങ്ങൾ 22-ാം തീയതി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉടനെ തന്നെ തിയേറ്ററിൽ വന്നിട്ട് പടം കാണുക. ഡെഫിനറ്റ്ലി ഒരു എൻജോയബിൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ അഭിനയിക്കുന്ന ഒരുപാട് സിനിമകളെ പറ്റിയിട്ട് എനിക്ക് അത്ര ഓപ്പൺ ആയിട്ട് ഇത് പറയാൻ പറ്റാറില്ല, പക്ഷെ ചത്താപ്പച്ചനെ പറ്റിയിട്ട് പറയാം. There will be a lot of fun that you can have in the theater ഈ പടം കാണാൻ വരുവാണെങ്കിൽ. അപ്പൊ ഉറപ്പായിട്ടും വരിക. ഭയങ്കര യങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുപാട് അധികം വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. പക്ഷെ അതൊന്നും നിങ്ങളെ ബോദർ ചെയ്യേണ്ട വിഷയമല്ല. നിങ്ങൾ നിങ്ങളുടെ ഫണ്ടിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ പടം വന്ന് കണ്ടാൽ മതി. ഐ തിങ്ക് യു വിൽ ഗോ ബാക്ക് ഹാപ്പി. ഓക്കെ, അപ്പോ ഫെസ്റ്റും പരിപാടികളും ഒക്കെ അടിപൊളിയാവട്ടെ. കിട്ടുന്ന ചാൻസിലൊക്കെ കോളേജിലും അല്ലാത്ത സ്ഥലത്തും ഒക്കെ ദിസ് ഇസ് യുവർ സേഫ് എൻവയൺമെന്റ്. കിട്ടുന്ന ചാൻസിലൊക്കെ സ്റ്റേജിൽ കയറാൻ നോക്കുക കേട്ടോ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. ഫെസ്റ്റും കാര്യങ്ങളും ഭംഗിയായിട്ട് പോട്ടെ. ഒപ്പം ചത്താപ്പച്ചയും കൂടെ കൊണ്ടുപോകുക. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഞാൻ വിളിക്കാൻ പോകുന്ന വ്യക്തി ആനന്ദത്തിലൂടെ പൂക്കി കപ്പിയായിട്ട് വന്നിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നമ്മുടെ ഹൃദയം എല്ലാം തകർന്നു പോയി. യെസ്, തന്റെ റോളുകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വൈശാഖ് നായർ. രാജഗിരി വരാം. നമസ്കാരം. ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞ് തുടങ്ങാം. ആനന്ദത്തില് പൂക്കിയായിരുന്നു. ഇതിൽ അതിനേക്കാളും വലിയ പൂക്കിയാണ് ചത്താപ്പച്ചയില്. പൂക്കി എന്ന് പറഞ്ഞൊരു ബെൽറ്റ് ഒക്കെ ഉണ്ട് ഈ ക്യാരക്ടറിന്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ഭ്രാന്തനാണ് ഈ പടത്തിലെ ക്യാരക്ടർ. ട്രെയിലർ എന്ത് തോന്നി? ട്രെയിലർ കണ്ടിട്ട് കുഴപ്പമില്ല അല്ലെ? അപ്പൊ 22 പടം ഇറങ്ങുകയാണ്. ഓക്കെ, പടത്തില് ഇത് എല്ലാ പടത്തിനും പറയുന്ന ക്ലീഷേ ഡയലോഗ് എന്നറിയാം, പക്ഷെ ഈ പടത്തിന് വേണ്ടി റോഷനും അർജുനും ഇവിടെ ഉള്ള എല്ലാവരും ഒരു 100% എഫേർട്ട് ഇട്ട് ഈ ഒരു കഴിഞ്ഞ 2025 വേറെ ഒരു പടവും ചെയ്യാണ്ട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തൊരു പടമാണ്. അപ്പൊ 22 തിയേറ്ററിൽ വന്നാൽ കുറെ അടി ഇടി ബഹളം 6 പാക്ക് അങ്ങനെ പല കാര്യങ്ങളും കണ്ട് ആസ് എ ഗ്യാങ് പോയി എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. സോ 22 വരെയല്ല എല്ലാവരും. പിന്നെ ഈ ചത്താപ്പച്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്തോ ഇല്ല. ഓക്കെ, ചത്താപ്പച്ച എന്ന് പറഞ്ഞാൽ ഡു ഓർ ഡൈ. ഓക്കെ, അപ്പൊ ഒന്നും നോക്കണ്ട ചത്താപ്പച്ച എന്നാണ് അതിന്റെ ഒന്നുകൂടെ പറയോ? ഒന്നും നോക്കണ്ട. Alright, okay, thank you so much. അടുത്ത വ്യക്തിനെയും നമുക്ക് വാക്കോയിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഇഷാഖ് ഷൗക്കത്ത്. ഹലോ രാജഗിരി.
സോറി ഗൈസ്, നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു. വേറെ കുറച്ച് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇച്ചിരി ടയർഡ് ആയിട്ട് വന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഒരു എനർജി കണ്ടപ്പോ ഇവിടെ എല്ലാവരും വീണ്ടും ചാർജ് ആയിട്ടുണ്ട്, ഓൺ ആയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ ഗസി ജാനുവരി 22 ഇവര് പറഞ്ഞ പോലെ ചത്തപ്പച്ച റിലീസാണ്. നമ്മൾ ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ആ ലാസ്റ്റ് ഒരു പോർഷൻ ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഓക്കെ, ഏറ്റവും പബ്ലിക് സീക്രട്ട് ആണ് ആ ഒരു ലാസ്റ്റ് മൊമെന്റ്. ഇതിൽ കുറച്ച് ചില അടിപൊളി സ്റ്റാർസ് ഉണ്ട്, കുറച്ച് അടിപൊളി ന്യൂ കമേഴ്സ് ഉണ്ട്. വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഫോട്ടോസ് എടുത്തോ, ഈ പണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവര് കിട്ടൂലായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്, താങ്ക് യു ഫോർ വെൽക്കമിങ് us and see you in the theaters. Thank you guys. ഇനി ഞാൻ കുറച്ച് പേഴ്സണൽ മൊമെന്റ്സ് എടുക്കുകയാണ്. ഓക്കെ, കമോൺ. ഞങ്ങൾ 3 വർഷം ഒരു ബെഞ്ചിൽ പഠിച്ചവരാണ്. യെസ്, കാർമനസ് മാത്യു. കാർമ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വേറൊരു മൂവി കാണാൻ പോയ സമയത്താണ് തിയേറ്ററിൽ ഇങ്ങനെ പെട്ടെന്ന് ചത്തപ്പച്ച ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, സ്റ്റോറീസിലൊക്കെ കൂടെ അറിയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തിയേറ്ററിൽ പോയപ്പോ ഇങ്ങനെ പോസ്റ്ററിൽ പെട്ടെന്ന് കാർമൻ ഇങ്ങനെ നടക്കേണ്ടപ്പോ ഞാൻ ഇങ്ങനെ അയ്യോ എന്റെ കാർമനല്ലേ എന്ന്. ശരിക്കും ഐ പ്രൗഡ് ഓഫ് യു, വി ആർ പ്രൗഡ് ഓഫ് യു ആൻഡ് യെസ് ഐ ലവ് യു. എന്താണ് സത്യം? ഐ ലവ് യു ടു. കാർമൻ ലവ്സ് മീ. കാർമൻ വലിയ നടിയാകുമ്പോ എനിക്ക് പറയാലോ എന്റെ കൂടെ പഠിച്ച കുട്ടിയാണെന്ന്. ഇപ്പോഴേ വലിയ നടിയായി കഴിഞ്ഞു. ഓക്കെ, എന്താണ് കാർമ ചത്താപ്പച്ചനെ കുറിച്ച് പറയാനുള്ളത്? ഹായ് ഓൾ. എനിക്കിവിടെ പരിചിതമായ മുഖങ്ങൾ കുറെ പേരുണ്ട്. കൂടെ ഒരുമിച്ച് പഠിച്ചതാണ് നന്ദന. പിന്നെ അതുപോലെ തന്നെ ഫെസ്റ്റിന് വേണ്ടി വന്നവരും ഇപ്പൊ ഇവിടെ പഠിക്കുന്നവരുമായിട്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും എനിക്ക് എന്റെ സ്വന്തം കോളേജിൽ വന്ന് നിൽക്കുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ ഫെസ്റ്റിന് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല, പക്ഷെ എനിക്കതിപ്പോ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജി ഭയങ്കര അടിപൊളിയാണ്, സൂപ്പർ ആയിട്ടുണ്ട്. ഇവിടെ WWE ഫാൻസ് ഒക്കെ ഇല്ലേ? സോ ഇത് WWE ഫാൻസിനും കൂടിയാണ് ഉള്ളൊരു പടമാണ് ചത്തപ്പച്ച. പിന്നെ എല്ലാ ഏജ് കാറ്റഗറിയിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പടമാണ്. നമ്മൾ നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും ജാൻ 22 ചത്തപ്പച്ച തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് കാണാം. സോ എല്ലാ സപ്പോർട്ട് ആൻഡ് ലവ് ഉണ്ടാവില്ലേ? താങ്ക് യു സോ മച്ച്. സോ സീ യു ഓൾ ഇൻ തിയേറ്റേഴ്സ്. താങ്ക് യു. താങ്ക് യു കാർമ. അടുത്തതായി വൈഷ്ണവിനെ ക്ഷണിക്കുന്നു 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി. എന്റെ ആദ്യത്തെ സിനിമയല്ല ആക്ച്വലി, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പേരിലോ പ്രീമിയർ ലീഗ് ആയിരുന്നു എന്റെ ആദ്യത്തെ ക്യാരക്ടറായിട്ട് ഞാൻ ചെയ്യുന്നത്. അതിൽ അത്യാവശ്യം റെക്കഗ്നീഷൻ കിട്ടി. ഇതിലും നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും, നന്നായി സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന നമ്മള് ഇങ്ങനെ അധികം ഫെസ്റ്റിലൊന്നും അങ്ങനെ സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല. ആക്ച്വലി ഭയങ്കര ഷൈ ആയി എപ്പോഴും മാറി മാറി നിൽക്കുന്ന ആളായിരുന്നു. ഇപ്പൊ എന്റെ പടത്തിന്റെ പേരിലാണ് ഞാനിങ്ങനെ ഓരോ സ്റ്റേജിലൊക്കെ കയറുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതും പിന്നെ അതുപോലെ രാജഗിരി കോളേജിനെ പറ്റിയൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. എന്റെ പടത്തിന്റെ പേരിൽ ഞാൻ ഇവിടെ വരാൻ പറ്റി. എനിക്ക് അതിന് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എല്ലാവരെയും അപ്പോ ട്രെയിലർ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. 22-ാം തീയതിയാണ്. അപ്പൊ ഇങ്ങനെ കാണില്ലേ? അപ്പൊ ചത്തപ്പച്ച ഒന്നും നോക്കണ്ട, തിയേറ്ററിൽ കാണാം 22. താങ്ക് യു. ഞാൻ ഇപ്പോഴും പേര് വിളിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു 10 പ്രാവശ്യം ചോദിച്ചു. ആ വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ വിളിക്കരുതെന്ന്. പക്ഷെ ഡാറ്റുവിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാജഗിരി ഹൗ യു ഡൂയിങ്? അപ്പൊ എന്റെ പേര് ഡാറ്റു തന്യോ എന്നാണ് പേര്. അപ്പൊ ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ് ചത്താപ്പച്ച. ചത്താപ്പച്ച. ഞങ്ങള് കുറെ മാസങ്ങളുടെ പ്രിപ്പറേഷൻസും ഹാർഡ് വർക്കും കുറെ എക്സ്ട്രീം സിറ്റുവേഷൻസിലൂടെ പോയതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആൻഡ് വി ആർ വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ആൻഡ് ഞാൻ പണ്ട് രാജഗിരിയിലെ കോമ്പറ്റീഷൻസിനൊക്കെ പലവട്ടം വന്നിട്ടുണ്ട്. ഇന്ന് ചത്തപ്പച്ചയുടെ ഭാഗമായിട്ട് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വി ഹോപ്പ് ലൈക്ക് വി ഡൺ അവർ ബെസ്റ്റ്. ഞങ്ങൾ ലൈക്ക് 22 തിയേറ്ററിൽ പോകുമ്പോൾ യു ക്യാൻ ഹാവ് ഫൺ. അതിനുവേണ്ടിയുള്ള എല്ലാ എലമെന്റ്സും ചത്തപ്പച്ചലുണ്ട്. സോ
please do support us and show us your support, show us your energy, and show us your love, just the way we love you. So thank you so much. Thank you, Radhagiri. You're amazing. താങ്ക് യു സോ മച്ച് ഡാക്ടർ. കറക്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ, അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ശ്യാം കുമാറിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യും. ശ്യാം പ്രകാശിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ്, ഹലോ. എൻ്റെ പേര് ശ്യാം. എൻ്റെ ആദ്യത്തെ പടമാണിത്. ഞാനും റോഷനും ഒരുമിച്ച് ചെന്നൈയിൽ പഠിച്ചതാണ്. അപ്പോൾ ചെന്നൈയിലെ ഫെസ്റ്റിവലാണ് ഏറ്റവും ഇവിടുത്തെ വൻപം ഓണം ഫെസ്റ്റിവൽ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താണ് നിങ്ങളെല്ലാവരും പൊളിക്കുകയാണ്. എനർജി ഒന്നും ചെന്നൈയിൽ ഇത്ര എനർജി ഒന്നും ഇല്ല. ഇവിടെ നാട്ടിലെ പരിപാടികൾ വേറെ ലെവലാണ്. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാം, ഞങ്ങൾ എല്ലാവരും ഈ പടത്തിന് നിങ്ങളുടെ വളരെ സത്യസന്ധമായിട്ട് വെരി ഓണസ്റ്റ്ലി കിട്ടിയൊരു ചെയ്തൊരു പടമാണ്. ഓരോ നിമിഷവും വളരെ സത്യസന്ധമായി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് റിസൾട്ട് ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ കുറച്ച് പേര് പുതിയ ആദ്യത്തെ പടമാണ് കൂടെ നിൽക്കുക. താങ്ക് യു സോ മച്ച്. ശ്യാം ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടുന്നാണ് ഞാൻ കേട്ടത്. ശ്യാം പ്രകാശ് ചേട്ടനെ ഒരു പാട്ട് പാടാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാട്ട് വേണോ? വേണം വേണം വേണോ? ഓക്കെ, ഒരാളും കൂടെ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പം മീനൻ സംസാരിച്ചതിന് ശേഷം ശ്യാം പ്രകാശ് ചേട്ടൻ പാട്ട് പാടുന്നതായിരിക്കും. ഹായ് രാജഗിരി. എന്താ ഇപ്പൊ എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സ്വപ്നം പോലത്തെ കുറെ ദിവസങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ചത്താപ്പച്ച പോലൊരു സിനിമയായിട്ട് നിങ്ങളുടെയൊക്കെ മുന്നെത്താൻ പറ്റുന്നു. ഭയങ്കര വലിയൊരു മൂവ്മെന്റിലേക്ക് നിൽക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ 22-ാം തീയതി എത്തുക. ചത്താപ്പച്ച കാണുക. ഈ കാണുന്ന ഡാറ്റു, കാർമൻ, വൈഷ്ണവ്, അരുൺ ചേട്ടൻ, വിശാഖൻ, ഇവരൊക്കെ എന്താ മുതലുകളെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പടം കണ്ടേ പറ്റുള്ളൂ. സോ നല്ലോണം എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. സോ ആ എഫേർട്ടും ഞങ്ങൾക്ക് പരസ്പരമുള്ള ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ ഫീൽ ചെയ്യാൻ പറ്റും. സോ എത്തുക, ചത്താപ്പച്ച കാണുക. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഈ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി. അപ്പൊ എത്രത്തോളം ആ കെമിസ്ട്രി എന്തായാലും മൂവിയിൽ വർക്ക് ആയിട്ടുണ്ടാവുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും അപ്പം ജാനുവരി 22 കാണില്ലേ? യെസ്, ജാനുവരി 22 ഞങ്ങൾ എല്ലാവരും തിയേറ്ററുകളിലുണ്ടാവും. അപ്പൊ ശ്യാം പ്രകാശ് ചേട്ടന്റെ പാട്ട് ഒരു കൈയടി. വലിയ സിംഗറാണ് നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഒന്ന് ഇഷ്ടപ്പെട്ടാൽ കൂടി കുടിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൂടെ കുടിക്കും. മകളിയെ മല്ലികയെ മണ്ണാരപ്പൂക്കുരുവിയെ വന്നിടാനെന്റെ മച്ചാൻ വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. മഞ്ഞളും ദൂഷിക വന്നിടാനെന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. താങ്ക് യു. ഓക്കെ, അപ്പൊ പാട്ടായ സ്ഥിതിക്ക് തന്നെ ഒരു ഡാൻസ് കൂടെ ആവാം അല്ലേ?